നവീൻ അമ്മയെ വളർത്തമ്മന്ന് വിളിച്ചപ്പോ എനിക്കത് കേട്ട് നിൽക്കേണ്ടി വന്നു. എന്റെ ഗതികേട് കൊണ്ട് അമ്മയത്. അമ്മയ്ക്ക് സങ്കടായോ? എന്റെ സങ്കടം ആ കാര്യത്തിലല്ല. ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. അവകാശങ്ങളൊന്നുമില്ലാതെ മാറി നിന്നോളാം. പക്ഷേ നീ നന്നായി ജീവിക്കുകയാണെന്ന് എനിക്കൊരു ഉറപ്പ് വേണ്ടേ? അതെ, ഈ കുടുംബത്തിന് എന്തെങ്കിലും ശാപമുണ്ടോ? ഇവിടെ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികള് അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നത് സത്യമാണോ? മോളെ, അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഈ കുടുംബത്തിനെ നന്നായി അറിയാവുന്ന ഒരാള് തന്നെയാ. ഈ കുടുംബത്തിലുള്ളവര് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? നവീന്റെ മുത്തശ്ശിയും നവീന്റെ അച്ഛനും അമ്മയൊക്കെ കള്ളം പറയുന്നവരായിട്ടും ചതിക്കുന്നവരായിട്ടുമാണ് അമ്മയ്ക്ക് തോന്നിയത്. അപ്പൊ പിന്നെ പറയുന്നതൊക്കെ? ഞാൻ അമ്മയുടെ മുന്നിൽ നിൽക്കല്ലേ, എനിക്ക് എന്തേലും കുഴപ്പമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ദേ ഡോക്ടർ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ. ദേ ഇപ്പൊ തന്നെ നോക്കിയേ, എന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പൂജകളാ ഇവിടെ നടക്കുന്നതെന്നറിയോ? അതിനുവേണ്ടി എല്ലാവരും എന്തെല്ലാം തയ്യാറെടുപ്പുകളാ നടത്തുന്നതെന്നറിയോ? അമ്മയുടെ മോളെ അത്രയധികം അവർക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? ഇഷ്ടമാണ്, വലിയ കാര്യമാണെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. എന്നാലും ചങ്കിപ്പോഴും പിടയ്യ. ഏറ്റവും അടുപ്പുള്ള ആളുകൾക്ക് പോലും നമ്മളൊരു വലിയ സ്ഥാനത്തെത്തുന്നത് സഹിക്കാൻ പറ്റില്ല എന്ന്. അത് തടയാൻ അവരെന്ത് മാർഗം സ്വീകരിക്കുമെന്ന്. ഇതൊക്കെ അങ്ങനെയല്ലേ അമ്മേ? അമ്മയെ പോലെ ഒരാളുടെ മോള് ഇത്രയും സമ്പന്നമായൊരു കുടുംബത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് അത് സഹിക്കോ? അപ്പൊ പിന്നെ അവർ കഥകൾ ഉണ്ടാക്കി പറയും, പേടിപ്പിക്കും. എന്തിനാ? അതൊക്കെ പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് ബഹളം വെക്കണം. അതിന്റെ പേരില് എന്നെ ഇവിടുന്ന് ഇറക്കി വിടണം. അത്രേ ഉള്ളൂ പറയുന്നവരുടെ ഉദ്ദേശം. എന്തായാലും വരാൻ തോന്നിയത് കാര്യമായി. എല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഇനി അമ്മ പോവാ മോളെ. എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് അമ്മ ഇറങ്ങുക. എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. എന്താപത്തുണ്ടെങ്കിലും നാഗത്താന്മാരത് നീക്കിത്തരും. എപ്പോഴും അത് ഓർമ്മ വേണം കേട്ടോ. കൂടുതൽ നേരം മാറി നിന്നാലേ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നും. മോള് വാ. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവരിരട്ട കുട്ടികളാണെന്നാ. കാരണം ഇരട്ടകളായി ജനിച്ച് നാഗപ്രീതിയുള്ള ഒരു കുട്ടി കളരിക്കിലേക്ക് വന്നു കയറിയ സർപ്പശാപം തീരുമെന്നാണല്ലോ പ്രവചനം. പലർക്കും പല രീതിയിലുള്ള ജന്മരഹസ്യം ഉണ്ടാവും. പക്ഷേ നമുക്ക് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പറ്റില്ല. സത്യം അറിഞ്ഞേ തീരൂ. ശരിയാണ്. പൂജകൾ നടന്നാലും അതിൽ വിജയം കണ്ടാലും ഒക്കെ പ്രവചനം അതേപടി നിലനിൽക്കുന്നുണ്ടല്ലോ. മനസ്സിന് ആശങ്ക ഒഴിയാൻ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അറിയണം.
കൃഷ്ണയുടെയും ഗാഥയുടെയും ജന്മരഹസ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രതിവിധിയായാൽ പോലും അത് ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യമാണ്. കൃഷ്ണയെ നോക്കി അവളുടെ അമ്മ നമ്മുടെ കൺമുമ്പിൽ വന്നതുപോലെ അധികം വൈകാതൊരു ദിവസം ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ വരുമേ. നമ്മൾ പരിശ്രമം കുറയ്ക്കണ്ട. എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് അറിയാൻ നോക്കണം. കേട്ടല്ലോ? മതി മതി, അടയ്ക്ക് അടയ്ക്ക്. ഇതിന് വിഷമുണ്ടോ? ഇറുക്കമാ, കൊടും വിഷം. ഇവന് വനത്തിന്ന് കടിച്ചത്. ഇവൻ തൊട്ട യാർക്കുമേ ഊരിക്കാതെ. ഞാൻ പറഞ്ഞവളുണ്ടല്ലോ കൃഷ്ണ, അവളുടെ മരണം ഇന്ന് തന്നെ നടക്കണം. അവളുടെ അടുത്തേക്ക് പോകുമ്പോ കൂടെ ഞാനും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിന് മുന്നിലെത്തുമ്പോ വെറുതെ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇല്ലമ്മ, അമ്മ ധൈര്യമായിരു. ശരി, എടുത്തോ. സരിമാ. ഇന്ന് കൃഷ്ണയുടെ അവസാനത്തെ ദിവസം. എന്ന് വേണമെങ്കിലും എനിക്ക് ഭീഷണിയായേക്കാവുന്ന ഒരുത്തി എന്നേക്കുമായി തീരാൻ പോവാ.